എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ, മെയിൻ ആയിട്ട് ഫുഡാണ് മുഖ്യം എപ്പോഴും. അപ്പൊ എന്റെ കസിൻസ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ പുറത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ കൂട്ടത്ത് ഞങ്ങൾ 2 ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും പല പല ഏരിയയിൽ നിന്ന് ജോയിന്റ് ആയിട്ട് ഒപ്പം ചെറുതുരുത്തിക്കാ പോകുന്നത്. ചെറുതുരുത്തി ഒരു സ്പെഷ്യൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. അതായത് എപ്പോഴും നമ്മൾ ഈ ബിരിയാണി ഇതൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ മടുത്തിരിക്കുക. അപ്പൊ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ബാക്കിയെല്ലാം ഞാൻ ഇതിൽ കാണിക്കാം. അപ്പൊ ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ചു, ഇവന്റെ ട്വിൻ ബ്രദർ ഉണ്ട് അച്ചു. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ചെറുതുരുത്തി. എന്ത് കഴിക്കാനാ പോണേ? പിസ. ഞങ്ങൾ പിസ കഴിക്കാനാണ് പോകുന്നത് ഗൈസ്. പിസ 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 കഴിച്ചിട്ടില്ല നിങ്ങൾ ഇതിനു മുന്നേ? കഴിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇന്ന് കഴിക്കും, കുറെ കഴിക്കും അല്ലേ? ഞങ്ങള് പോകുന്നതിന്റെ സങ്കടത്തിലാണ് ചിത്തു, പാവം കരഞ്ഞോണ്ടിരിക്കുക അവിടുന്ന്. പോവാന്നാ. അങ്ങനെ നമ്മളിതാ ചെറുതുരുത്തി എത്തി. ചെറുതുരുത്തി മെയിൻ റോഡിന്റെ സൈഡിലുള്ള ലൂക്കോസ് പിസയിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൂക്കോസ് പിസയിലേക്ക് വരുന്നത്. ചേച്ചി ഇതിനു മുന്നേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പോയി നോക്കി. പിന്നെ നമ്മൾ ഈ ഒരു സ്പേസിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു, കാരണം നമുക്ക് വീഡിയോസും കൂടെ എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ വേറെ ആർക്കും ബുദ്ധിമുട്ടാവരുത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം നമ്മൾ പ്ലാൻ ചെയ്തു. എല്ലാം വെറൈറ്റി പിടിക്കണം എന്നായിരുന്നു പ്ലാൻ. കാരണം നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി മേടിക്കുമ്പോൾ ഒരാൾ എന്താണ് ഓർഡർ ചെയ്തത് അത് തന്നെ എല്ലാവരും മേടിക്കുക. അപ്പൊ ഇപ്രാവശ്യം എല്ലാം മാറ്റി പിടിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ബിഗ് ബോസ് അല്ലാട്ടോ. അങ്ങനെ നമ്മള് അവര് മെനു കാർഡ് കൊണ്ടുവന്നു. മെനു കാർഡിൽ തന്നെ 200ഓളം വെറൈറ്റി പിസകളായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ ഓരോ ടേസ്റ്റ് അനുസരിച്ചിട്ട് വെറൈറ്റി ആയിട്ട് തന്നെ ഓർഡർ കൊടുത്തു. അങ്ങനെ ഒരു 3 ടൈപ്പ് പിസയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് തന്തൂരി ചിക്കൻ പിസ, പനീർ ടിക്ക ബട്ടർ മസാല, ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഫ്ലേവറിൽ വരുന്ന പിസയും സ്റ്റാർട്ടേഴ്സും ചീസി ഫ്രൈസും ആണ് പറഞ്ഞത്. അതിൽ തന്തൂരി ചിക്കൻ പിസ പക്ക ഒരു ഇന്ത്യൻ ടേസ്റ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതാണ് കൂടുതലും കഴിച്ചേ തോന്നുന്നു. പിന്നെ പനീർ ടിക്ക ബട്ടർ മസാല നമ്മൾ വെജില് വരുന്നൊരു ടൈപ്പ് ആയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ വരുന്നതാണ് ന്യൂയോർക്ക് എന്ന് പറയുന്ന ആ പിസയും. അങ്ങനെ ആ 3 പിസയും മേടിച്ചു. പിന്നെ സ്റ്റാർട്ടേഴ്സിൽ നമ്മൾ ഗാർലിക് ബ്രെഡ് സുപ്രീം വെജും നോൺ വെജും ആണ്. അതിൽ വെജില് സ്വീറ്റ് കോൺ ചില്ലി ടോപ്പിംഗ്സ് ആണ്. അതൊരു മധുരത്തിലുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ തന്തൂരി ചിക്കൻ ടോപ്പിംഗ്സ് വരുന്നതാണ് നോൺ വെജ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്തോ തന്തൂരി ചിക്കൻ വരുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചീസി ഫ്രൈസും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതും ഞാനങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ചീസി ഫ്രൈസ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ വന്ന ഐറ്റംസ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ നമ്മൾ ഓർഡർ ചെയ്ത മൊജിറ്റോസ് വന്നു. മൊജിറ്റോസ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കാരണം 6 ഫ്ലേവേഴ്സാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫ്ലേവേഴ്സ് ഗ്രീൻ ആപ്പിള്, ഫ്രഷ് ഗാർഡൻ മിന്റ്, ബ്ലൂ മൊജിറ്റോ, മാംഗോ, മിക്സഡ് ബെറി, കുക്കുംബർ. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ചത്, ഞാൻ ഒരു ഫ്ലേവറേ കുടിച്ചുള്ളൂ, കാരണം ഞാൻ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ കുടിക്കില്ല. മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കി എല്ലാവരും എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡ് കഴിക്കുന്നതിലായിരുന്നു. നമുക്കൊന്നും മടുത്തില്ല, കാരണം എല്ലാം വെറൈറ്റി ഫ്ലേവേഴ്സ് ആയിരുന്നു. അതിപ്പോൾ മൊജിറ്റോസ് ആണെങ്കിലും കഴിക്കാൻ മേടിച്ചതാണെങ്കിലും, അതുകൊണ്ട് നമുക്ക് ആർക്കും മടുത്ത് വന്നില്ല. എല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്വീറ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് മേടിച്ചായിരുന്നു. ഫസ്റ്റ് സിസ്ലിംഗ് ബ്രൗണിയാണ് മേടിച്ചത്. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ ഈ സ്മോക്ക് വരുന്ന ഈ ഒരു ഐസ്ക്രീമും ബ്രൗണിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ ഇത് എവിടെ കിട്ടുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നാട്ടിൽ ഇത് എവിടെ കിട്ടുമെന്ന് അറിയാത്തവരാണെങ്കിൽ നേരെ നമ്മുടെ ചെറുതുരുത്തിയുള്ള ലൂക്കോസ് പിസയ്ക്ക് പോകുന്ന നല്ല കിഡില ഐറ്റം എവിടെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഹോട്ട് ആൻഡ് കൂൾ എഫക്ട്സ് സൂപ്പർ ആയിരുന്നു. അപ്പോൾ ഞാനും കുഞ്ചും മാറിയിരുന്നിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വായിൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോകും, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പറഞ്ഞത് ഒരു ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായത് സിസ്ലിംഗ് ബ്രൗണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇവരുടെ ഈ പ്രസന്റേഷനും അതുപോലെ സർവീസും പിന്നെ മൊത്തത്തിൽ ഷോപ്പ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമ്മളത് നമ്മുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ ഓണേഴ്സ് ആയിട്ട് അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു. കാരണം നമുക്കത് തോന്നിയത് അവരും കൂടെ ആയിട്ട് പറയുമ്പോഴാണല്ലോ ഒരു ഇമ്പാക്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാർട്ടി സ്പേസ് ഒക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരികയാണെങ്കിൽ നമുക്ക് നടത്താമല്ലോ. അവിടെ ഇങ്ങനെ ഈ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇറങ്ങി. അപ്പോഴേക്കും നമ്മൾ അവരായിട്ട് നല്ല കമ്പനി ആയി കേട്ടോ. അപ്പൊ നല്ല വെറൈറ്റി പിസയൊക്കെ കഴിക്കാൻ തോന്നുന്നവരാണെങ്കിൽ നേരെ ചെറുതുരുത്തി ലോക്കോസ് പിസയ്ക്ക് പോരെ. അപ്പൊ ഞങ്ങൾ നല്ല വയറൊക്കെ നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ തൊട്ടടുത്താണല്ലോ, ജസ്റ്റ് അവിടെ പോയി ഒന്ന് നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പാലത്തിന്റെ മുകളിൽ പോയി കുറച്ചു നേരം നിന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.